നാട്ടുകാർക്ക് ഇതെല്ലാം മനസ്സിലാകുന്നുണ്ട്. ഞങ്ങൾക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. 4 വോട്ടിന് വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്ന ഒരു മുന്നണിയല്ല LDF. ഞങ്ങൾക്ക് ഒരു വിഘടന ശക്തിയുടെയും ഒരു വർഗീയ ശക്തിയുടെയും പിന്തുണയോ ആശീർവാദമോ ആവശ്യമില്ല. എന്നാൽ മറുഭാഗം ചെയ്യുന്നത് നാം എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. ഇത് ഈ തെരഞ്ഞെടുപ്പില് തത്വാധിഷ്ഠ സമീപനം സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നല്ലൊരു വിഭാഗം ആളുകളുണ്ട്. അത്തരം ആളുകളാകെ LDF-നെ കൂടുതലായി അനുകൂലിക്കുന്നതിനിടയാക്കുന്ന ഘടകങ്ങളാണ് എന്നതും നാം കാണേണ്ടതാണ്. ഞങ്ങള് കേരളത്തിൽ LDF-ന് വേണ്ടി വോട്ട് ചോദിക്കുന്നത് ജനങ്ങൾ LDF-നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിറവേറ്റപ്പെട്ടോ എന്ന വിശദമായ പരിശോധന ജനങ്ങൾ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ്. ആ പരിശോധനയില് കേരളത്തിനകത്ത് നല്ല നിലയിലാണ് ജനങ്ങൾ പ്രതികരിച്ചിട്ടുള്ളത്. കാരണം 2016 നമ്മുടെ നാട് വലിയ തോതിൽ പുറകോട്ട് പോയിരുന്നു. ഇനി നമ്മുടെ നാടിന് മുന്നോട്ട് വരാനാകില്ല എന്ന് ചിന്തിച്ചവർ ധാരാളം ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം തിരുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞു. ഇന്ന് കേരളത്തിൽ ഏത് മേഖല എടുത്താലും നാം പുറകിലാണ് എന്ന് പറയാൻ കഴിയില്ല. എല്ലാ മേഖലയിലും നാം നല്ല രീതിയിൽ തന്നെ പുരോഗതി നേടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടെ ഒരു സംസ്ഥാനത്തിനും നേരിടേണ്ടി വന്നിട്ടില്ലാത്ത ദുരനുഭവം കേരളത്തിൽ അനുഭവിക്കേണ്ടി വന്നു. ഒരു നാട് പ്രത്യേക ദുരന്തത്തിനിരയായാൽ ആ നാടിന് സഹായം നൽകേണ്ടതായിട്ടുണ്ട്. നാം അംഗീകരിച്ച ഭരണഘടന കൃത്യമായി വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും സംസ്ഥാനം പൊതുദുരന്തം മൂലമുള്ള പ്രതിസന്ധിയിൽപ്പെട്ടാൽ കേന്ദ്രം കൃത്യമായി സഹായിക്കണം.